എല്ലാവർക്കും കേട്ട് കേട്ട് പഠിക്കാമെന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റാണി ഗൗരി ലക്ഷ്മി ഭായിയെ കുറിച്ചാണ്. റാണി ഗൗരി ലക്ഷ്മി ഭായ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നമുക്ക് ഭരണകാലയളവ് അല്ലെ ഭരണകാലം ഏതാണെന്ന് നോക്കണോ അല്ലേ. 1810 മുതൽ 1815 വരെ 5 വർഷം അല്ലേ. 1810 മുതൽ 1815 വരെയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. അപ്പോൾ ഇതിന് മുന്നേ എടുത്ത ക്ലാസ്സുകൾ കാണാത്തവർ കാണണം, കണക്ട് ചെയ്തിട്ട് തന്നെ ഇത് കേൾക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വർഷം ഒന്ന് ഓർമ്മിച്ചെടുക്കാം അല്ലേ. ആദ്യം ആരായിരുന്നു? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെ. അത് കഴിഞ്ഞിട്ട് വന്ന ആളാരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. നമ്മുടെ ധർമ്മരാജ അല്ലെ കിഴവൻ രാജ. 40 വർഷം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ 58 മുതൽ 40, അപ്പോൾ 98. 1758 മുതൽ 98 വരെയാണ് കിഴവൻ രാജ എന്ന കാർത്തിക തിരുനാൾ രാമവർമ്മ. അത് കഴിഞ്ഞിട്ട് വന്നയാളായിരുന്നു അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അല്ലേ. ഒരു ബലവും ഇല്ലാത്ത ബ്രിട്ടീഷുകാർക്ക് അധീനതയിലായിപ്പോയ രാജാവ്. അതേതാണ് വർഷം? 1798 മുതൽ 1810 വരെ. 1798 മുതൽ 1810 വരെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആര് വരുന്നത്? റാണി ഗൗരി ലക്ഷ്മി ഭായ് വരുന്നത്. 1810 മുതൽ 15 വരെ 5 വർഷം. കിഴവൻ രാജ 40 വർഷം, റാണി ഗൗരി ലക്ഷ്മി ഭായ് 5 വർഷമാണ് ഭരിച്ചത്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ്. റാണി ഗൗരി ലക്ഷ്മി ഭായ്. നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം പോയിന്റ് സിമ്പിളാക്കുക. എന്താ പറയുക, വലിച്ചു വാരി വായിച്ച് കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം പോയിന്റ് സിമ്പിളാക്കിയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോവുക. അപ്പോൾ ആദ്യം പറഞ്ഞതാണ് ഭരണകാലയളവ് 1810 to 1815. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയായിരുന്നു. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ചത് റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ്. അടിമക്കച്ചവടം നിരോധിച്ചു. ഏതാ വർഷം? 1812. 1812 എന്ത് ചെയ്തു? അടിമക്കച്ചവടം നിർത്തലാക്കി. അതേപോലെ ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത്, അപ്പോൾ നമ്മൾ വേലുത്തമ്പി ദളവ മരിച്ചതിന് ശേഷം ഉമ്മിണിത്തമ്പിയാണ് ദിവാനായതെന്ന് പറഞ്ഞില്ലേ. അതേ ഉമ്മിണിത്തമ്പിയെ നീക്കം ചെയ്ത് ആരെ റെസിഡൻ്റ് ആക്കി? കേണൽ മൺട്രോനെ എന്ത് ചെയ്തു? ദിവാനാക്കി നിയമിച്ചു. അതായത് ഉമ്മിണിത്തമ്പീനെ നീക്കം ചെയ്തിട്ട് ആരെ കൊണ്ടുവന്നു? കേണൽ മൺട്രോനെ കൊണ്ടുവന്നു. അതേപോലെ ഏറ്റവും കുറച്ച് കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. റാണി ഗൗരി ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി. വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയത് ഗൗരി ലക്ഷ്മി ഭായ് ആണ്. അതുപോലെ ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി, ജന്മിമാർക്ക് എന്താണ് പട്ടയം നൽകുന്ന രീതി ആരംഭിച്ചതും റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. കള്ളക്കടത്ത് തടയാൻ ഉചിത സ്ഥാനങ്ങളിൽ എന്ത് ചെയ്തു? ചൗക്കകൾ ഏർപ്പെടുത്തി അല്ലേ. ചൗക്കകൾ എന്താ? ചൗക്ക എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ ചൗക്ക? ചൗക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? ചെക്ക് പോസ്റ്റ് ആണ്. ചെക്ക് പോസ്റ്റിന് പറയുന്ന പേരാണ് ചൗക്കകൾ. ചെക്ക് പോസ്റ്റ് ആണ് ചൗക്കകൾ. അപ്പം എന്താണ്? കള്ളക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഉചിത സ്ഥാനങ്ങളിൽ ചൗക്കകൾ, ചെക്ക് പോസ്റ്റ് ഏർപ്പെടുത്തിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായ്. അതേപോലെ പത്മനാഭപുരം, തിരുവനന്തപുരം, മാവേലിക്കര, വൈക്കം, ആലുവ എന്നിവിടങ്ങളിൽ എന്ത് ചെയ്തു? ജില്ലാ കോടതികൾ സ്ഥാപിച്ചു. എവിടേക്കാ? പത്മനാഭപുരം, തിരുവനന്തപുരം, മാവേലിക്കര, വൈക്കം, ആലുവ ഇവിടെയൊക്കെ എന്ത് ചെയ്തു? ജില്ലാ കോടതികൾ സ്ഥാപിച്ചു. പ്ലസ് എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ എന്ത് ചെയ്തു? 5 ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതിയും ഏർപ്പെടുത്തി. അപ്പോൾ പത്മനാഭപുരം, തിരുവനന്തപുരം, മാവേലിക്കര, വൈക്കം, ആലുവ എന്നിവിടങ്ങളിൽ ജില്ലാ കോടതിയും അതിനു മേലെ ഒരു അപ്പീൽ കോടതി തിരുവനന്തപുരത്തും ഏർപ്പെടുത്തി. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയും ഗൗരി ലക്ഷ്മി ഭായ് ആയിരുന്നു. ദേവസ്വം ഭരണം എന്ത് ചെയ്തു? സർക്കാർ ഏറ്റെടുത്തു. ഏതാ വർഷം? 1811. അപ്പം
ഇത്രയും പോയിൻ്റാണ് റാണി ഗൗരി ലക്ഷ്മി ഭായിയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമുക്കൊന്നത് ബ്രീഫാക്കിയാലോ? 1810 to 15, 1810 1815 വരെയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായ് എന്ത് ചെയ്തത്? തിരുവിതാംകൂറിൽ ഭരണം നടത്തിയത്. തിരുവിതാംകൂർ ഭരിച്ച ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ്. ഏറ്റവും കുറച്ചു കാലം ഭരണം നടത്തിയ ഭരണാധികാരിയാണ്. അതുപോലെ അടിമക്കച്ചവടം നിർത്തലാക്കി. അടിമക്കച്ചവടം ആര് നിർത്തലാക്കി? ഗൗരി ലക്ഷ്മി ഭായ് നിർത്തലാക്കി 1812 ഡിസംബർ 5-ന്. അതുപോലെ നീതിന്യായ ഭരണത്തിൽ എന്ത് ചെയ്തു? പരിഷ്കാരങ്ങൾ വന്നു അല്ലേ? എങ്ങനെ? പത്മനാഭപുരം, തിരുവനന്തപുരം, മാവേലിക്കര, വൈക്കം, ആലുവ എന്നിങ്ങനെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ എന്ത് ചെയ്തു? ജില്ലാ കോടതികൾ സ്ഥാപിക്കപ്പെട്ടു. പ്ലസ് എന്ത് ചെയ്തു? തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ 5 ജഡ്ജിമാരുള്ള ഒരു അപ്പീൽ കോടതി എന്ത് ചെയ്തു? ഏർപ്പെടുത്തി. തിരുവിതാംകൂറിലെ ജില്ലാ കോടതി, അപ്പീൽ കോടതി എന്നിവ സ്ഥാപിച്ചു ആരെ? ആയില്യം തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായ്. അടുത്ത എന്താണ്? തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി. ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്താണ്. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ അറിയേണ്ടതാണ് എന്താണ്? നമ്മൾ പിന്നീട് പഠിക്കുന്ന ഒരാളാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിൽ ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായിൻ്റെ പുത്രനാണ്. ഓക്കെ. പിന്നെ വേറൊരു പോയിന്റ് പറഞ്ഞ എന്താണ്? ഈ ഗൗരി ലക്ഷ്മി ഭായി ആയിരുന്നു ഉമ്മിണിത്തമ്പിയെ ഒഴിവാക്കിയിട്ട് കേണൽ മൺട്രോനെ ദിവാനാക്കിയത് എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ കേണൽ മൺട്രോനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം അല്ലേ? ഉമ്മിണിത്തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ദിവാനായ വ്യക്തിയാണ് ആരെ? കേണൽ മൺട്രോ. അപ്പോൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കേണൽ മൺട്രോ ആണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാനാണ് കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ യൂറോപ്യൻ ദിവാൻ, തിരുവിതാംകൂറിലെ ആദ്യ റെസിഡന്റ് ദിവാൻ കേണൽ മൺട്രോ. ചട്ടവരിയോലകൾ എന്ന പേരിൽ 1811 എന്ത് ചെയ്തു? നിയമസംഹിത തയ്യാറാക്കിയ വ്യക്തി. ചട്ടവരിയോലകൾ ആരാണ്? കേണൽ മൺട്രോ. അതുപോലെ തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്ന ബ്രിട്ടീഷുകാരനായിരുന്നു ആര്? കേണൽ മൺട്രോ. തിരുവിതാംകൂറിലെ ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ, അതുപോലെ തന്നെ കാര്യക്കാരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റിയ ദിവാൻ, അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ദിവാൻ, ഇതൊക്കെ ആരാണ്? നമ്മുടെ കേണൽ മൺട്രോയാണ്. പ്ലസ് എന്താണ്? കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ ചോദിച്ചു കഴിഞ്ഞാലും കേണൽ മൺട്രോ ആണ്. ഇത്രയാണ് റാണി ഗൗരി ലക്ഷ്മി ഭായിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നും കൂടി ഞാൻ ബ്രീഫാക്കി തരാം. മൈൻഡിലൊന്ന് പോയിന്റ് കിട്ടുന്നുണ്ടോ നോക്കൂ. ഓക്കെ. 1810 to 15 കാലയളവ്. ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ്. അടിമക്കച്ചവടം നിർത്തലാക്കി. പിന്നെയോ ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ചു. ദേവസ്വം ഭരണം ഏറ്റെടുത്ത സമയത്തെ ഭരണാധികാരിയാണ്. വാക്സിനേഷൻ അലോപ്പതി കൊണ്ടുവന്നു. ജന്മിമാർക്ക് പട്ടയം നൽകുന്ന രീതി കൊണ്ടുവന്നു. അപ്പീൽ കോടതി, ജില്ലാ കോടതി കൊണ്ടുവന്നു. കള്ളക്കടത്ത് സ്റ്റോപ്പ് ചെയ്യാൻ ചൗക്കകൾ ഏർപ്പെടുത്തി. പിന്നെയോ ഉമ്മിണിത്തമ്പീനെ മാറ്റിയിട്ട് കേണൽ മൺട്രോനെ കൊണ്ടുവന്നു. കേണൽ മൺട്രോ ആരാണ്? ആദ്യ യൂറോപ്യൻ ദിവാനാണ്. ആദ്യ റെസിഡന്റ് ദിവാനാണ്. ചട്ടവരിയോലകൾ എന്ന നിയമസംഹിത കൊണ്ടുവന്നു. തിരുവിതാംകൂറിലും കൊച്ചിയിലും ദിവാനായിരുന്നു. അഹിന്ദുവായ ദിവാനാണ്. കാര്യക്കാരൻ എന്ന പദവി മാറ്റി തഹസിൽദാറിനാക്കി. അടിമക്കച്ചവടം സ്റ്റോപ്പ് ചെയ്തു. പിന്നെയോ കൊച്ചിയിലെ ആദ്യത്തെ ദിവാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റാണി ഗൗരി ലക്ഷ്മി ഭായിയെക്കുറിച്ച് പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റാണി ഗൗരി പാർവതി ഭായിയാണ്. അപ്പോൾ മാറിപ്പോവാൻ പാടില്ല. എന്താണ്? ഫസ്റ്റ് റീജൻ്റായിട്ട് വന്നത് ലക്ഷ്മി ബായിയാണ്. അതിപ്പോൾ കണക്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ലക്ഷ്മി എന്ന് പറയുമ്പം എല്ലാണല്ലോ. അപ്പോൾ ABCD വരുമ്പം അല്ലേ ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? P വരുന്നത്. പാർവതി P ലാസ്റ്റല്ലേ P വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ആരാണ്? ലക്ഷ്മി ഭായിയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പാർവതി ഭായിനെ പഠിക്കുക. അപ്പോൾ ഇത്രയും ക്ലാസ്സുകൾ ആദ്യ ഭാഗം മുതൽ, അതായത് തിരുവിതാംകൂർ ചരിത്രം മുതൽ, മാർത്താണ്ഡവർമ്മ മുതൽ, ധർമ്മരാജ മുതൽ, ബാലരാമവർമ്മ മുതൽ എന്ത് ചെയ്യണം? ഇന്നത്തെ പഠിച്ച ഗൗരി ലക്ഷ്മി ഭായ് എല്ലാവരും എന്ത് ചെയ്യണം? കേട്ട് പഠിച്ച് തറവാക്കി വെക്കുക. അടുത്ത ക്ലാസ്സിൽ റാണി ഗൗരി പാർവതി ഭായി ആയിട്ട് വരും. അതുവരേക്കും എല്ലാവരും കേട്ട് സെറ്റായിട്ടിരിക്കുക. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അഡീഷണൽ പോയിൻറ്റ്സ് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും പഠിച്ച് സെറ്റായിട്ടിരിക്കുക. അടുത്ത ക്ലാസ്സിൽ റാണി ഗൗരി പാർവതി ഭായി ആയിട്ട് വരുന്നത് വരേക്കും ബൈ.